ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ കനേഡിയൻ മലയാളി. ഞങ്ങൾ കാനഡയിൽ വീക്കെൻഡ് സ്പെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും നല്ല ട്രെയിൽസോ ഹൈക്കിംഗ് പ്ലേസസോ കണ്ടുപിടിച്ചിട്ട് ഞങ്ങൾ ലോങ് വാക്സിന് പോകും. അങ്ങനെ ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ള ഗ്ലെൻറിച്ച് ക്വാറിയുടെ ഒരു ട്രെയിലിൽ പോയായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞങ്ങൾ കാനഡയിൽ പൈസ ചിലവില്ലാണ്ട് ചെയ്യുന്ന ഒരു എക്സസൈസ്/ലീഷർ ആക്ടിവിറ്റിയാണ് ഹൈക്സ് ആൻഡ് ട്രെയിൽസ്. ഇപ്പോൾ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം, ഞങ്ങൾ പോകുന്ന വഴി നിറച്ചും സൈഡിലൊക്കെ പൂവുകളൊക്കെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സ്പ്രിങ് ആയല്ലോ, അതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ നിങ്ങൾക്ക് പൂക്കളൊക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ എല്ലാ ഇലകളും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അത് തളിർ ഇലകളാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സ്പ്രിങ് വന്നതേ ഉള്ളൂ. നേരത്തെ വിൻ്ററിലെ എല്ലാ പൊഴിഞ്ഞ ഇലകളും ഇപ്പോൾ പിന്നെയും തളിരിലയായിട്ട് വിരിഞ്ഞു വന്നിട്ടേ ഉള്ളൂ. അവിടെ ഗ്ലെൻറിച്ച് ക്വാറിയിൽ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് കുറച്ച് കാര്യങ്ങൾ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. സൺ ക്ലോക്ക്, അതുപോലെ തന്നെ കോമ്പസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. നിങ്ങൾക്കതിനെപ്പറ്റി വായിക്കണമെങ്കിൽ പ്ലീസ് പോസ്റ്റ് ചെയ്തിട്ട് വായിക്കുക. ഇത്തിരി നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ അവിടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് അവർ ടണൽ സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച ആരും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പോകാനായിട്ട് പേടിയായിരിക്കും. കാരണം ഇത്തിരി ലോങ് ആണല്ലോ, അപ്പോൾ അവന് പേടിയായിരിക്കും. അവന് 2 വയസ്സല്ലേ ഉള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഞാൻ മറന്നുപോയൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതെൻ്റെ കുരിപ്പാണല്ലോ, അതിൻ്റെ കാണിക്കാണ്ടിരിക്കില്ലല്ലോ. അതുകൊണ്ട് അവനൊരു കുഴപ്പമില്ലായിരുന്നു. അവനുള്ള സിമ്പിളായിട്ട് ഇറങ്ങിപ്പോന്നു. എൻ്റെ ഇടയിലൊന്ന് തെന്നി വീഴുകയും ചെയ്തായിരുന്നു. ആശാനിപ്പോൾ എന്താണെന്നറിയില്ല, റോക്സ് ഒക്കെ കളക്ട് ചെയ്യണത് ഭയങ്കര ഇഷ്ടമാണ്. Okay, let's find another way, okay? Let's go this way. Let's climb this. Come. Let's go. You follow me. Okay? Let's climb. Climb the rocks from here. Here. Through here. Ari, through here. Come. You can do it. It's this way. Ari. Amma will help you. Come. Oh. See? You did it. I did it. You did it. See? This way. Come this way. Follow Amma. Okay. Come. Wanna hold my hand? Let's go up. Let's go up. Oh, the mountain, yes. Where's Daddy? Oh, I He's looking at the sun clock. Where's the sun? Let's go up. Be careful when you go downhill, okay? Be careful, watch your steps. Slowly. Balance. Slowly. Let's go. Come on. I go up the mountain. Really. I'll go inside. Yeah, there. ഞങ്ങൾ ഒരു കാടിനുള്ളിലേക്കാണ് ഗൈസ് പോകുന്നത്. സ്ട്രോളർ പോകുന്നിടത്തിന് വരെ നടക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കാടും പടലേക്ക് കുറച്ച് ഇവൻ്റെ പുറകെ നടക്കുന്നുണ്ട്. ബിക്കോസ് ഐ എം എ കാടും പടല ഗേൾ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല, അവിടെ താഴെ റോഡുണ്ട്. Oh, I understand where we are now, baby. We are actually, what is that hill called? Burley? No, not Burley Hill. The other hill opposite, like. No, we're not. Tremont is over there. This is the one near Glenridge. ഈ വീഡിയോ നിങ്ങൾ ഇവിടം വരെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറ്റ് ദി എൻഡ് വരെയും കാണണം. കാരണം ഈ കാനഡയിലെ വെതർ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 20 to 22 ഡിഗ്രി സെൽഷ്യസിൻ്റെ ഇടയിലുള്ള താപനിലയും അതുപോലെ തന്നെ നല്ല സൂര്യപ്രകാശമുള്ള ടൈമിലാണ് ഞങ്ങൾ നടക്കാനായിട്ട് ഇറങ്ങിയത്. പക്ഷേ ഈ വീഡിയോയുടെ എൻഡ് കാണുമ്പോഴത്തേക്കും നിങ്ങൾ വിചാരിക്കും, എൻ്റെ പൊന്നു ഇതെന്താണ് ഇവിടെ നടക്കുന്നതെന്ന്. സോ ഒരിക്കലും ഇവിടെ വരെ കാണുവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ബാക്കിലേക്ക് പോയിട്ട് എന്താണ് സംഭവിച്ചതെന്ന് നോക്കണം. പിന്നെ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കാൻ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ. ഞങ്ങളിപ്പോൾ 10,000 സ്റ്റെപ്സ് എങ്ങനെയെങ്കിലുമൊക്കെ എല്ലാ ദിവസവും നടക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. Oh, look. I think they like try to make like a small shelter there. It's like a teepee kind of thing. Yeah.
Oh, that birdie. Yeah. Do you want my help? I think you should just lift the back 2 wheels. Yeah. ഓണ്ടാരിയോയിലുള്ള ഒരു ഫേമസ് ട്രെയിലാണ് ബ്രൂസ് ട്രെയിൽ എന്ന് പറയുന്നത്. അത് ഈ ഗ്ലെൻറിച്ച് ക്വാറിയുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ വുഡ്സിൽ കൂടെ ഞങ്ങൾ നടന്നു പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാം അവിടെ മരങ്ങളിൽ മാർക്കേഴ്സ് ഉണ്ട്. ഇത് ട്രെയിൽസ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്. ഈ ഇങ്ങനത്തെയുള്ള ഒരു വുഡിൻ്റെ ഇടയിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നോ എന്ത് രസമാണെന്നറിയാമോ, നല്ല കൂളിങ്ങും പക്ഷികളുടെ കളകളാരവും. ലൈക്ക് എനിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗെറ്റിംഗ് ലോസ്റ്റ് ഇൻ നേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ്. എനിക്കൊരു കോൺസേർട്ടിലോ ഒരു പബ്ബിലോ ഒരു റെസ്റ്റോറൻറ്റിലോ ഒക്കെ പോകുന്നതിനേക്കാളും ഇഷ്ടം ഇങ്ങനെ കാട് തെണ്ടി നടക്കുന്നതാണ്. ഞങ്ങളങ്ങനെ ഒരു നല്ല സണ്ണി ഡേ എൻജോയ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് ഞങ്ങൾ സൈഡിൽ നോക്കിയപ്പോഴത്തേക്ക് ഇങ്ങനെ പുക വരുന്നത് പോലെ കണ്ടത്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ദൈവമേ മെയ്യിലെ വൈൽഡ് ഫയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു, ഇത്ര പെട്ടെന്ന് സ്മോക്ക് ഒക്കെ വന്ന് തുടങ്ങിയെന്ന് വിചാരിച്ച് ഭയങ്കരമായിട്ട് ഇങ്ങനെ വണ്ടർ അടിച്ചിരുന്നപ്പോൾ ഞാൻ ചുമ്മാ എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് എടുത്ത് നോക്കിയപ്പോഴാണ് ഞാൻ കണ്ടത് നയാഗ്ര 411 അവർ കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് ഫോഗ് വരുന്നു, 0 വിസിബിലിറ്റി ഉള്ള ഫോഗ് വരുന്നു എന്ന്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ആ ഫോഗ് എൻജോയ് ചെയ്തിട്ട് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അതിൻ്റെ പുറകെ നടക്കാൻ പോയി. ഗൈസ് ഇത്രയും നേരം നല്ല സണ്ണി ആയിരുന്നു. പെട്ടെന്നാണ് ഒരു ഫോഗ് ആ സൈഡിൽ നിന്ന് ലേക്ക് ഓണ്ടാരിയോ എന്ന് വരുന്നത്. ഞങ്ങൾ പോകുന്ന സ്ഥലമൊക്കെ ഡാർക്കായി ഫുൾ സണ്ണിനെ മറിച്ചു. ദിസ് ഇസ് അമേസിങ് ഗൈസ്. Yeah. We're in Munnar. All of a sudden we're in Munnar. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഈ മൗണ്ടൻ്റെ പൊക്കത്ത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു നല്ല വ്യൂ ഉണ്ടാവുമെന്ന്. ലേക്ക് ഒണ്ടാരിയോ ആണ് ഞങ്ങളുടെ ബാക്കിൽ കാണുന്നത്, ആ സൈഡിൽ നിന്നാണ് ഫോഗ് വരുന്നത്. ഇന്ന് ആക്ച്വലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഗോപ്രോ എടുത്തുകൊണ്ട് ചുമ്മാ ഇറങ്ങിയതാണ്. ശരിക്കും പറഞ്ഞ ഒരു വ്ളോഗ് ചെയ്യണമെന്നോ വിചാരിച്ചതേ അല്ല. ഇങ്ങനെ ഒരു നല്ല കോണ്ടന്റ് കിട്ടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പക്ഷെ നിങ്ങൾ കണ്ടോ ഗായ്സ്, ലുക്ക്. ഗൈസ് ഒന്നും കാണാൻ പറ്റുന്നില്ല ഇപ്പോൾ. അത് പതുക്കെ ഇങ്ങനെ ക്രീപ്പ് ചെയ്തുകൊണ്ടിരിക്കുക ഞങ്ങളുടെ അടുത്തിട്ട്, കണ്ടോ? അപ്പോൾ അങ്ങനെ ഞങ്ങൾ നടന്ന് കുറേ നേരം നടന്നു. ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 10K റീച്ച് ചെയ്യണമെന്ന് പറഞ്ഞാണല്ലോ നടന്നത്. അവസാനം കുന്നിൻ്റെ പൊക്കത്ത് കയറിയപ്പോഴത്തേക്കും ഞങ്ങൾ 10K അടിച്ചു. വാച്ച് നോക്കിയപ്പോഴത്തേക്കും ഞാൻ 10,000 സ്റ്റെപ്സ് ആയിട്ടുണ്ട്. നിക്കും അറൗണ്ട് 13,000 സ്റ്റെപ്സ് നടന്നു. അപ്പോൾ ഇന്നത്തെ എക്സസൈസ് പൂർത്തിയായി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ഡേ ഞാൻ ആശംസിക്കുന്നു.